ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് 1-2 മണിക്കൂർ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യാറ്. ഇവിടെ ഞാൻ ആ ഒരു പ്രോസസ്സിങ് ഇല്ലാതെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉണക്ക മുന്തിരി, അതുപോലെ തന്നെ ഗോൾഡൻ ബ്രൗൺ കളർ മുന്തിരി, ഡ്യൂട്ടി ഫ്രൂട്ടി 3 കളർ എടുത്തിട്ടുണ്ട്, ചെറി, നട്ട്സ്, അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വൈനിലോ റമ്മിലോ ഒക്കെ ഒരാഴ്ച സോക്ക് ചെയ്തിട്ടാണ് ചെയ്യാറ്. ഇവിടെ ആ ഒരു പ്രോസസ്സിങ് ഇല്ലാതെയാണ് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതെല്ലാം കൂടി ഒരു 1.25 കപ്പ് ഉണ്ടാവും. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എത്രത്തോളം ആഡ് ചെയ്യുന്നോ അത്രത്തോളം കേക്കിന് ടേസ്റ്റ് കൂടും. ഇത് ഓറഞ്ചിൻ്റെ സെസ്റ്റാണ്, ഓറഞ്ച് തൊലി. ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മസ്റ്റാണ്, നമ്മളെ കേക്കിന് ടേസ്റ്റ് കൂട്ടുന്നതാണ്. ഇനി ഒരു 2 ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഓറഞ്ചാണ് എടുത്തത്. ഇത് കുരുവൊക്കെ കളഞ്ഞ് നന്നായിട്ട് അരിച്ചെടുത്തതാണ്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സിങ് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം. ഒരുപാട് അങ്ങ് തിക്കാവാൻ പാടില്ല, ഇതേ ലെവലിൽ കിട്ടണം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. ഇനി കേക്കിന് വേണ്ടിയിട്ട് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചൂടാവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ വെക്കണം. ഒരിക്കലും സ്പൂൺ ഇടരുത്. വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കറക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഷുഗറെല്ലാം മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ വരണം. ഒരിക്കലും ഇത് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ പോവും. ആ കരിഞ്ഞ സ്മെല്ല് ഉണ്ടാവും. അപ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഈ ഒരു കളറാണ് നമുക്ക് കേക്കിന് കളർ കിട്ടുന്നത് തന്നെ. ഇപ്പോൾ നമ്മുടെ ഈ ഷുഗർ സിറപ്പ് ഇവിടെ പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുകയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൈഡിൽ നിന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അത് സിറപ്പ് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒരു 1.5 ടേബിൾ സ്പൂൺ കാണും. ഒരു 3 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ജാതിക്ക ചെറിയൊരു കഷ്ണം, ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചതാണ്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഈ സ്പൈസസിൻ്റെ മിക്സ് ചേർക്കുമ്പോഴാണ് നമ്മുടെ പ്ലം കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന മുട്ടയാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനങ്ങളും കേക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് കേക്ക് കിട്ടൂല. അപ്പോൾ ഈ ഒരു മിക്സ് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
നന്നായിട്ട് ഇതൊന്ന് പതഞ്ഞ് വരണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പൊടിച്ചെടുത്ത ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് ഓയിൽ എന്ന് പറയുമ്പോൾ ഞാനിവിടെ 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് ബട്ടറും കൂടി മിക്സ് ചെയ്തതാണ്. ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. ഇനി ഇത് ഒന്നുകൂടി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആഡ് ചെയ്യണം. വാനില എസൻസ് ചേർക്കുന്നത് മുട്ടയുടെ മണം പോകാനും നല്ലൊരു ഫ്ലേവർ കിട്ടാനുമാണ്. അപ്പോൾ നന്നായിട്ട് ഇത് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി, ഒരുമിച്ചിടേണ്ട. ഒരു 2-3 പ്രാവശ്യം ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പൗഡറും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് അതും ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ. അപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഷുഗർ സിറപ്പ് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് അത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിക്സിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള കുക്കറോ ഓവണോ പാത്രമോ ഏതായാലും അത് 10 മിനിറ്റ് മുമ്പേ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മിക്സ് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പ്ലം കേക്കിൻ്റെ ബാറ്റർ സാധാരണ കേക്കിൻ്റെ ബാറ്ററിനേക്കാളും കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. ഇതേപോലെ. അപ്പോൾ ഇവിടെ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് കിട്ടാനായിട്ട്. ഇനി നമുക്കൊരു കേക്ക് ടിന്നിലോട്ട് ഇത് ഒഴിക്കാം. അപ്പോൾ നേരത്തെ തന്നെ ഞാനിവിടെ കേക്ക് ടിന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിവശത്തും സൈഡിലുമൊക്കെ ഞാൻ ബട്ടർ തൂക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലും ഇത് തയ്യാറാക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിൽ എയർ ബബിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്, ഓരോരുത്തരെ ഇഷ്ടം പോലെ. നമ്മളെ കേക്കൊക്കെ ഒന്ന് ബേക്കായി വരുമ്പോൾ നമുക്ക് മുകൾ ഭാഗമൊക്കെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ടാപ്പ് ചെയ്ത് കൊടുക്കരുതെങ്കിൽ പിന്നെ ഈ ഫ്രൂട്ട്സ് എല്ലാം അടിയിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിലോട്ട് കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലൊരു റിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഈ കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മൂടി വയ്ക്കാം. ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റിക്ക് വെച്ച് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് റെഡിയായി. അപ്പോൾ ഇവിടെ കേക്ക് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്ത് വയ്ക്കാം. അപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ ബട്ടർ പേപ്പറെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ബട്ടർ പേപ്പറെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. കേക്കെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്ക് ഇത് കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായി അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.